ഇനി ശബരിമല നെയ്യ് ക്രമക്കേടിലും പി എസ് പ്രശാന്ത് പ്രതിയാകും എന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. നമ്മൾ ഇത്രയും നേരം പ്രളയവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെയാണ് നോക്കിയത്. ഇതിപ്പോൾ ഒരു വലിയ ബ്രേക്കിംഗ് വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ശബരിമല നെയ്യ് ക്രമക്കേടിലും പി എസ് പ്രശാന്ത് പ്രതിയാകും എന്നതാണ്. നെയ്യ് ഇടപാട് വഴി ദേവസ്വം ബോർഡിന് 2.3 കോടിയുടെ നഷ്ടമെന്നും റിപ്പോർട്ടുണ്ട്. ഗോപാൽ ശിലാസ് അനലിനോട് നമുക്ക് വിവരങ്ങൾ ചോദിക്കാം. ഗോപാൽ, കഴിഞ്ഞ ദിവസം ആണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡ് മിൽമയിൽ നിന്ന് വാങ്ങിയ നെയ്യ് അത് പരിശോധനകളില്ലാതെയാണ് ശബരിമലയിലേക്ക് എത്തിയത് എന്നതാണ് ഏറ്റവും വലിയ ആരോപണം. അത് കിലോ കണക്കിന് നെയ്യ് പോകുന്നു. അത് പല പല കമ്പാർട്ട്മെന്റുകളായിട്ടാണ് പോകുന്നത്. അതിൽ ചിലത് മാത്രമാണ് പരിശോധിക്കപ്പെട്ടത്. മാത്രമല്ല, ഈ നെയ്യ് പോകുന്ന വഴിയിൽ അത് മാറ്റി എന്ന ഒരു ആരോപണം കൂടി ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കിട്ടിയിരുന്നു. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് നടപടി ഉണ്ടാകുന്നത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. ബോർഡ് അംഗം അജികുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെയും പ്രതി ചേർക്കും. പി എസ് പ്രശാന്തും പ്രതിയാകുമെന്നതാണ്. ഇപ്പോൾ 2025 ഈ സ്വർണ്ണ കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം എടുത്ത എഫ്ഐആറിൽ പി എസ് പ്രശാന്ത് പ്രതിയാണ്. പി എസ് പ്രശാന്തിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു, അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. വീണ്ടും ഒരു ദിവസത്തെ കസ്റ്റഡി അനുമതി കിട്ടി. ഈ അജികുമാറിനെ അടക്കം ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ശബരിമല നെയ്യ് കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐആറിലും പി എസ് പ്രശാന്ത് പ്രതിയാകും എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നമ്മൾ കേട്ട പേരുകളാണ് ഈ അജികുമാറിന്റെ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെയൊക്കെ. ഗോപാൽ ശിലാസ് അനൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോപാൽ ശിലാസ് അനൽ, ഈ നെയ്യ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ദേവസ്വം ബോർഡിന്റെ കൂടി അറിവോടുകൂടി അല്ലാതെ അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. ഇപ്പോൾ ഇവരൊക്കെ പ്രതികളാവുകയാണ്. അതിൽ മുരാരി ബാബു ആ സമയത്ത് ഇപ്പോൾ അദ്ദേഹം പിന്നീട് മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും മറ്റുള്ളവരൊക്കെ പ്രതികളാവുകയാണ്. അതെ മാധു, ഈ കേസിൽ ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, അതിനോടൊപ്പം തന്നെ മുരാരി ബാബു, ബോർഡ് അംഗമായിട്ടുള്ള അജികുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എന്നിവരെ അടക്കം പ്രതി ചേർക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് ഈ അന്വേഷണ സംഘം കടക്കുന്നത്. നെയ്യ് ഇടപാട് വഴി ദേവസ്വം ബോർഡിന് ഏതാണ്ട് 2.5 കോടി രൂപയോളം 2.3 കോടി രൂപയോളം നഷ്ടമുണ്ടായി എന്ന കണ്ടെത്തൽ കൂടി ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തുന്നുണ്ട്. മൂവരും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളാണ് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ പി എസ് പ്രശാന്തിന്റെ ഈ ഒരു കേസിലേക്കുള്ള ഇടപെടൽ കൂടി. ചില അസാധാരണമായ നീക്കങ്ങൾ ഉണ്ടായി. സ്വയം വില നിശ്ചയിച്ചാണ് ഈ നെയ്യ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയത് പി എസ് പ്രശാന്തിനാണ് എന്ന വിവരങ്ങൾ കൂടിയൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അപ്പോൾ പി എസ് പ്രശാന്ത് അതിന്റെ ആദ്യഘട്ടം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണോ ഇപ്പോൾ അന്വേഷണത്തിൽ തെളിയുന്നത്? അതെ, തീർച്ചയായിട്ടും. കാരണം മിൽമയിൽ നിന്ന് പുറപ്പെട്ട നെയ്യ് എങ്ങനെ ഇത്ര മോശം നെയ്യ് ശബരിമല സന്നിധാനത്തിൽ എത്തി എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഇതിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മിൽമയിൽ നിന്ന് നെയ്യ് പുറപ്പെട്ട് കൊട്ടാരക്കരയിൽ എത്തുമ്പോൾ നെയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പമ്പയിലെത്തുമ്പോൾ ആ നെയ്യുടെ ഗുണനിലവാരം അങ്ങേയറ്റം താഴെ പോകുന്നു. വളരെ മോശം നെയ്യ്. ആ നെയ്യ് വലിയ വിലയ്ക്ക് സന്നിധാനത്തേക്ക് ശബരിമലയിൽ എത്തിക്കുന്നു. അത് പി എസ് പ്രശാന്തും അന്നത്തെ ചുമതലക്കാരായിട്ടുള്ള അജികുമാറും മുരാരി ബാബുവും ഒന്നും അറിയാതെ നടക്കുകയില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെ കൂടി പ്രതിയാക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം മിൽമയാണ് ഇതിൽ ആദ്യത്തെ നടപടി സ്വീകരിക്കുന്നത്. മിൽമ തിരുവനന്തപുരം യൂണിയനെ പിരിച്ചുവിട്ടതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ശബരിമലയിലെ ഈ നെയ്ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ നിയമിക്കുന്നതും വിജിലൻസ് അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുന്നതും. ഈ വിജിലൻസ് അന്വേഷണത്തിലെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാകുന്നു അന്നത്തെ ചുമതലക്കാരായിട്ടുള്ള പി എസ് പ്രശാന്ത് അടക്കമുള്ളവർക്ക് ഇതിൽ കാര്യമായ പങ്കുണ്ട്. അവരറിയാതെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വീഴ്ചയോ ക്രമക്കേടോ ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് ഈ വിഷയത്തിൽ സ്വന്തമായി വില നിശ്ചയിക്കുക, ഗുണനിലവാരം പരിശോധിക്കാതെ എങ്ങനെയാണ് ഇത്ര വലിയ അളവിലേക്കുള്ള നെയ്യ് ശബരിമല സന്നിധാനത്ത് വേണ്ടി എത്തിക്കുക, അതിലെ അടക്കമുള്ള കാര്യങ്ങളിൽ സംശയ നിഴലിലാണ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവർ. അതിനോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ ഈ നെയ്യിൽ ചേർത്തിരിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനകൾ എന്തുകൊണ്ട് നടത്തിയില്ല, അതിന്റെ ഗുണനിലവാരം എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ പരിശോധിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും ആ ചോദ്യങ്ങൾ ബാക്കിയായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ആദ്യഘട്ടം എന്നോണം, അതിന്റെ പ്രാഥമിക നടപടി എന്നോണം ഈ 3 പേരെയും പ്രതികളാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ആവശ്യം തന്നെയാണ് ഈ റിപ്പോർട്ടിൽ അന്വേഷണ സംഘവും മുന്നോട്ട് വെക്കുന്നത്. ആ അന്വേഷണ സംഘത്തിന്റെ ആ ആവശ്യം പരിഗണിക്കുകയാണെങ്കിൽ 3 പേര്, പി എസ് പ്രശാന്ത്, മുൻ ബോർഡ് അംഗം അജികുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നീ 3 പേർ ഈ കേസിൽ പ്രതികളാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 3 പേർ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകപക്ഷീയമായ തീരുമാനമാണ് തിരുവനന്തപുരം യൂണിയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് ഈ കരാറൊക്കെയായി ഈ നെയ്യ് ശബരിമലയ്ക്ക് കൊടുക്കാനും ഉള്ള കരാറൊക്കെയായി 53 ദിവസങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇത് ബോർഡിൽ ചർച്ചയ്ക്ക് വെക്കുന്നത്. ഈ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് ചെയർമാൻ അടക്കമുള്ളവരാണ് എന്നിരിക്കെ എല്ലാ കാര്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ലിറ്ററിന് 510 രൂപയ്ക്ക് നെയ്യ് ശബരിമലയ്ക്ക് നൽകാമെന്ന് തീരുമാനമെടുത്തത്. 2025 ജൂൺ 13 നെയ്യ് നൽകാൻ സന്നദ്ധരാണെന്ന് അറിയിച്ച് പി എസ് പ്രശാന്തിന് കത്ത് നൽകുന്നത് എന്നുള്ളതാണ്. എല്ലാ രേഖകളും പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. വിജിലൻസ് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് അടക്കം നൽകിയിരിക്കുന്നു. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. പി എസ് പ്രശാന്ത് ഈ കേസിലും പ്രതിയാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.